അടിപൊളി കിട്ടില്ല എന്ന് പറഞ്ഞ ഇന്ത്യൻ സിനിമ അല്ല, ലോക സിനിമയിൽ ഇത് കാണക്കത്തെ വയലൻസ് വേറെ ഒന്നുമല്ല. അവര് പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയവർക്കും വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. വയലൻസ് ചോര അവനെ ഇല്ലാണ്ടാക്കിയവരെ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ഹലോ, അപ്പോൾ മക്കളെ, മാർക്കോ ഇത് താണ്ട പടം. ഇത്രയും നാൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇത് ഫൈറ്റ്, ആക്ഷൻ, ഭയങ്കര ഭീകരമായ സംഭവം ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്, അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് പല ക്ലീശകളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് മാർക്കോയുടെ വരവ്. പടം വേറെ ലെവൽ. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് തരുന്നില്ല, പക്ഷെ എന്തായാലും ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആക്ഷൻ പടങ്ങളെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ദ കിങ് ഓഫ് ആക്ഷൻ മൂവി, കൊത്ത ദ കിങ് എന്നൊക്കെ പറഞ്ഞൊരു പടം വന്നിരുന്നു. പാൻ ഇന്ത്യൻ ലെവലാവും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അത് പാൻ ഇന്ത്യൻ ആയില്ല. പക്ഷെ ഇത് പാൻ ഇന്ത്യൻ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമ്മുടെ ഹനീഷ് അദേനിയുടെ ദ ബോസ് ആൻഡ് കോ എന്ന അപരാധത്തിന് ശേഷം ഇത് മാർക്കോ എന്നൊരു അവതാരം, വേറെ ലെവൽ അവതാരമാണ് മാർക്കോ. അപ്പം ഹനീഷ് അദേനി അതിനുള്ള അപ്രിസിയേഷൻ എന്തായാലും കിട്ടേണ്ടതുണ്ട്. അത്രയും നല്ല രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. ഹനീഷ് അദേനി യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്, അതിനുള്ളൊരു മുള ആണ് ഇപ്പോൾ എന്തായാലും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ക്ലീശകളെയൊക്കെ പൊളിച്ച് കടുക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ സ്ക്രീൻ പ്രസൻസ് അത് പറയേണ്ടത് തന്നെ. പുള്ളിയുടെ ഒരു സ്വാഗുണ്ട്, നമ്മുടെ ബോഡിയുടെ ആയാലും പിന്നെ സംസാരം, ഡയലോഗ് ഡെലിവറി ഒക്കെ വേറെ ലെവലാണ്. പ്ലസ് ടൈമിങ്, ഇതൊക്കെ എന്തായാലും പക്കയായിട്ട് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അടുത്ത ലെവലിലേക്ക് ഉണ്ണി മുകുന്ദൻ്റെ ഒരു വളർച്ചയാണ് എന്നുള്ളത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ലോഡിംഗ് എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വി ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ഫ്രം വൺ മൂവി. ഒരു പടം കൊണ്ട് നമ്മൾ ഒരാളെയും അങ്ങ് പൊക്കിക്കൊണ്ട് പോകരുത്, ബിക്കോസ് അപ്സ് ആൻഡ് ഡൗൺസ് വിൽ ഹാപ്പൻ. ബട്ട് എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ ഈ പടത്തിലുള്ള ഒരു സ്വാഗ്, ഒരു ആക്ടിങ്, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ്, അതൊക്കെ വേറെ ലെവൽ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് പടം എടുത്തേക്കുന്നത്. കഥയില്ല, കിണിതാപ്പില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവിയാണ്. അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് ആക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിലായിരിക്കണമല്ലോ നമ്മുടെ പ്രൈം ഫോക്കസ്. എന്താണോ അവരുടെ ഒബ്ജക്റ്റീവ്, അതിലായിരിക്കുമല്ലോ പ്രൈം ഫോക്കസ്. അങ്ങനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കഥയില്ല, കിണിതാപ്പില്ല എന്നൊക്കെ പറയുന്നവർ ദയവ് ചെയ്ത് കരയാൻ നിൽക്കരുത്. അങ്ങനെയുള്ളൊരു പടമല്ല. ഒരു വൺ ലൈനർ, ഒരു ഫാമിലി കണക്റ്റഡ് ഒരു സാധനമാണ് ഉള്ളത്. പക്ഷേ മെയിൻ ഫോക്കസ് ആക്ഷനും കാര്യങ്ങൾക്കുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ആവും അങ്ങനെയൊക്കെ പറയുന്നവർ, കുട്ടികളിത് കാണാതിരിക്കാനാണ് 18+. അപ്പോൾ കാണേണ്ടവർ മാത്രം കാണുക. പിന്നെ അതിനുശേഷം കിടന്ന് കരഞ്ഞിട്ട് മൂങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. എന്തൊരു പടമായത്! അയ്യോ, നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഏത് ജോണറിലുള്ള പടമാണോ അതാണ്, അത് ആരൊക്കെ കാണണോ അവരാണത് കാണേണ്ടത്. അല്ലാതെ അയ്യോ അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിന് മുകളിൽ നിൽക്കണം അടുത്ത വരുന്നവരൊക്കെ ഇനി ആലോചിക്കണം. ഇത്രയും നാൾ നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ പറ്റി, നമ്മുടെ ഓഡിയൻസിനെ ആണെങ്കിൽ വില കുറച്ച് കാണരുത്. അവരുടെ എക്സ്പെക്റ്റേഷൻ ലെവലൊക്കെ ഈ പടത്തിന് ശേഷം വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണാതെ ആ ഒരു രീതിയിൽ തന്നെ ആക്ഷൻ പടമെങ്കിൽ ആക്ഷനോട് പൂർണ്ണത പുലർത്തിക്കൊണ്ടുള്ള പടമായിരിക്കണം. അല്ലെങ്കിൽ അത് ബ്ലഡ് ഷെഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പടമാണെങ്കിൽ അതിനോട് പൂർണ്ണത പുലർത്തണം. അല്ലാതെ അവിടെയും തൊട്ടു എന്നാൽ തൊട്ടില്ല ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയൊന്നും ഇനിയും നടക്കത്തില്ല ഈ പടത്തിന് ശേഷം. എന്തായാലും ഇനിയും അങ്ങോട്ടുള്ള ആക്ഷൻ മൂവികളും അതിനൊക്കെ ഒരു മൂവി മാർക്കോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇനിയുള്ള ഈ ബെഞ്ച് മാർക്കിനെ കടന്നു വേണം ഇനി അടുത്തുള്ള ആക്ഷൻ മൂവികളായാലും എന്തായാലും വരാനുള്ളത്. രവി ബസൂറിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഒക്കെ എലിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ലെവൽ എന്നല്ലാതെ ഒന്നും പറയാനില്ല. ആക്ഷൻ പ്രോ ആണ് പടം. അപ്പം ആക്ഷൻ പ്ലസ് ബ്ലഡ് ഷെഡ് പ്ലസ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും എല്ലാത്തിൻ്റെയും തീവ്രമായ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്നവർ അയ്യോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഉള്ളവർ പോയി കണ്ടാൽ മതി. ഇനിയും മലയാളികൾ പഴയ കാലത്തെ ഇടി, അടി, ചവിട്ട്, കുത്ത് ഇതുകൊണ്ടൊന്നും സംതൃപ്തരാവില്ല. ഈ ക്രിസ്മസ് മാർക്കോ ഒറ്റക്കൈയിൽ തൂക്കി എന്ന്
പറയാം വേറെ ലെവൽ. ഈ ബ്ലഡ് ഷെഡ് അല്ലെങ്കിൽ ബ്ലഡൊക്കെ നമ്മുടെ അടുത്ത് നടക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് ബ്ലഡ് ചീറ്റുന്ന പോലെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള എഫക്റ്റ് ആ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവട്ടെ അല്ലെങ്കിൽ ആ ഒരു എടുത്തിരിക്കുന്ന രീതി ആവട്ടെ വേറെ ലെവൽ എന്നല്ലാതെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ആരാണോ കാണേണ്ടത് അവർ തന്നെ പോയി പടം കാണുക, അല്ലാതെ ഈ ലോല ഹൃദയന്മാരൊക്കെ പോയി കണ്ടിട്ട് ഇരുന്ന് കഴഞ്ഞു മെഴുകുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇനി നമുക്ക് ഈ പടത്തിൻ്റെ കുറേ റെസ്പോൺസൊക്കെ ആളുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കോയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. മാർക്കോയുടെ മുമ്പിൽ തന്നെ ഉണ്ണിയുടെ മുമ്പിൽ തന്നെ നിന്ന് മാർക്കോയുടെ ഒരു പെർഫോമൻസ്, ഡ്യൂപ്ലിക്കേറ്റ് മാർക്കോയുടെ പെർഫോമൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അവനെ ഇല്ലാണ്ടാക്കിയവരെ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ഡ്യൂപ്ലിക്കേറ്റ് മാർക്കോയെ കണ്ട് ഒറിജിനൽ മാർക്കോ വരെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് നല്ല ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ണി പുറത്തിറങ്ങി ഫാൻസിനെ കാണുന്നതും അവരുടെ കൂടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല, എസ്പെഷ്യലി നല്ലൊരു ലെവലിലേക്കുന്ന ആക്ടേഴ്സൊന്നും അങ്ങനെ ചെയ്യാറില്ല. എന്തായാലും പുള്ളിയുടെ ഒരു വേ ഓഫ് ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളതും അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും മതി. പക്ഷേ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ആളുകൾ റിവ്യൂസ് പറയുന്നുണ്ട്, അതൊന്ന് കയറി കണ്ടു. കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ അല്ല ലോക സിനിമയിൽ ഇത് കാണാത്ത വയലൻസ് വേറെ ഒന്നുമല്ല. അവര് പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയവർക്കും വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. വയലൻസ് അച്ചായന് പോലും വൈബ് ഭയങ്കരമായിട്ട് ചെന്നിട്ടുണ്ട്. മാർക്കോ കണ്ടിട്ട് ആ ഒരു ഫോഴ്സിലാണ് പുള്ളി തിയേറ്റർ വിട്ട് ഇറങ്ങി പറന്നൊക്കെ വന്ന് ലാൻഡ് ചെയ്തിട്ട് ആണ് പറയുന്നത്. മാസ്ക ബാപ്പ്, നമ്മുടെ മലയാളത്തിൻ്റെ KGF എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിനുള്ളൊരു പടമുണ്ട്. കൂടുതൽ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാതെ KGF കാ ബാപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നല്ല ഒരു രീതിയിലുള്ള മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ നല്ലൊരു ആക്ഷൻ മൂവി തന്നെയാണ്. എന്തായാലും ഓവർ ഹൈക്ക് ഇല്ലാതെ നിങ്ങൾ പോയി കാണുക, ഓവർ ഹൈപ്പ് ഇല്ലാതെ പോയി കാണുക പടം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോവുക. യു വിൽ കം ബാക്ക് ഹാവിങ് യുവർ ഹാർട്ട് ഫുൾ. മലയാള സിനിമ ഇതുവരെ കാണാത്ത വയലൻസ് എന്ന് പറഞ്ഞപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ കില്ലിന് ശേഷം ഞാൻ ഇങ്ങനെ വയലൻസ് ആണ്. അതായത് ഫസ്റ്റ് അവരെ കാട്ടി സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ആ ഫാമിലി നമുക്ക് അങ്ങനെ തോന്നി അത് എന്തുകൊണ്ട് വയലൻസ്. ഇത് പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് ഒരു ഇതിനൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് എന്താണ് പ്രശ്നമെന്ന് തോന്നും. അതിൻ്റെ മൊത്തം പുള്ളി കൊടുത്തേക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് ഇറങ്ങി ഓടേണ്ട അവസ്ഥ, പിള്ളേരെയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഓടേണ്ട അവസ്ഥ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് പടം സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, വരുമ്പം കുട്ടികളുമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഈ ലോല ഹൃദയരെയും കൊണ്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രതീക്ഷയില്ല. കാര്യം എന്ന് വെച്ചാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ അങ്ങനെ ആക്കത്തില്ലല്ലോ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിനോട് നീതി പുലർത്തിയ പടമാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഉണ്ണി മൂന്നൻ്റെ ലുക്ക് സാഗ് ചോര കൊണ്ട് കുളിക്കും അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല. പിന്നെ ലോജിക്ക് നോക്കാതെ സിനിമ കാണണം. ലോജിക്ക് ഒരാൾ ഇത്ര പേരെ ഇരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത്. പടം ഒരു ആർട്ടാണ്, ഒരു വർക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലോജിക്കും കാര്യങ്ങളിലൊക്കെ പോയിരുന്നിട്ട് അതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെ എന്നൊക്കെ പറയുന്ന ഈ വിലയിരുത്തുന്ന ആളുകളൊക്കെ അതൊന്നും കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മൾ കാണാൻ പോകുന്നു, ഫുൾ എൻ്റർടൈൻ ആവുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടുകൊണ്ടിരുന്ന ബ്ലാങ്കായിട്ട് പോയിരിക്കുക, കാണുക. പടം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത്ര അതിനെ കീറി മുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ നിന്ന് എങ്ങനെ ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു പരിപാടിയില്ല ഇതിനകത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ബിജുക്കുട്ടൻ പറയുന്ന പോലെ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. പോവുക, കാണുക, പൊളിക്കുക, വേറെ ഒന്നും പറയാനില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പടത്തിനെ പറ്റി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് കണ്ടിട്ട് കാണേണ്ടവർ പോയി കാണട്ടെ, അല്ല അതിന് റെസ്പോണ്ട് ചെയ്യുന്നവർ റെസ്പോണ്ട് ചെയ്യട്ടെ. അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതിനുള്ള ഒരു അവസരം കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഗുഡ് ബൈ.